കൊല്ലം ഓച്ചിറയിൽ കനത്ത മഴയിൽ ഓടയിൽ ഒരു മുള്ളൻ പന്നി. ഓച്ചിറ ചങ്ങൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഓടയിലാണ് മുള്ളൻ പന്നിയെ കണ്ടത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി. കണ്ണൻ, സാധാരണ ഈ അല്പം ഒഴിഞ്ഞ പ്രദേശങ്ങൾ, ഇപ്പോൾ റബ്ബർ തോട്ടം അല്ലെങ്കിൽ അല്പം വനമേഖല, അവിടേക്കാണല്ലോ നമ്മൾ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മുള്ളൻ പന്നിയെ കാണാറ്. ഇത് ഈ ഓടയിൽ എങ്ങനെയാണ് വന്നത്? അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു കൗതുക കാഴ്ച ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മുന്നിലെത്തിയത്. ഈ ചെനങ്കോള എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ മുള്ളൻപന്നി വന്ന ഒരു രീതിയൊന്നും മുൻഗണനകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ചെങ്കുളകരയിൽ അമൃതനോട് ചേർന്ന ഒരു ഓടയുണ്ട്. ആ ഓടയിൽ ഏതോ ഒരു വസ്തു ഇങ്ങനെ തറഞ്ഞിരിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസിയായിട്ടുള്ള വ്യക്തിയും ആ വസ്തു എന്താണ് എന്ന് നോക്കാൻ വേണ്ടി ആ ഓടയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് തന്നെ മുള്ളൻപന്നി ഇതിന്റെ മുള്ളുകൾ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. പിന്നീട് അദ്ദേഹം പിന്മാറി. നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു ചാക്ക് ഉപയോഗിച്ച് ഇതിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീടും ആ മുള്ളൻപന്നി ഏതാണ്ട് 100 മീറ്ററോളം അവിടെ നിന്ന് ഓടി. തുടർന്ന് ഈ നാട്ടുകാരും യുവാക്കളും ചേർന്ന് അതിനെ പിടികൂടി മറ്റൊരു ചാക്കിലാക്കി മാറ്റുകയും ഫയർഫോഴ്സിന് കൈമാറുകയുമാണ് ചെയ്തത്. ഇത് സാധാരണ തെന്മല ആര്യങ്കാവ് മേഖലയിലേക്ക് തന്നെ മുള്ളൻപന്നി ഇറങ്ങുക ഒരു സാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചെനങ്കോള പോലെയുള്ള ഏറ്റവും അടുത്ത ഈ ഹൈവേയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തൊക്കെ മുള്ളൻപന്നി വന്നത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. നേരത്തെ കുണ്ട്ര മുളവനം ഭാഗത്ത് ഒരാൾക്ക് മുള്ളൻപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അങ്ങനെയുള്ള മറ്റു സംഭവങ്ങളൊന്നും നേരത്തെ ഈ മുള്ളൻപന്നിയെ കുറിച്ചുള്ള സംഭവങ്ങളൊന്നും കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പരമോന്നത ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ KT ഇറിഗേഷൻ കനാൽ വഴി അതിലെങ്ങാനും അകപ്പെട്ട ശേഷം ഈ ജനവാസ മേഖലയിലേക്ക് ഒഴുകി വന്നതാകാം. കനത്ത മഴ ഉണ്ടായിരുന്നു. വെള്ളം ശക്തമായി ഒഴുകുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിലോ മഴയിലോ മറ്റു നേരെ ഒഴുകി വന്നതാകാം ഈ മുള്ളൻപന്നി എന്നാണ്. ഇതിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കുറച്ച് ദിവസം കൂടി അത് പരിശോധിക്കും. അതിനുശേഷം കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, വലിയ തോതിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജീവിയാണ്. അപൂർവമായി ചിലയിടങ്ങളിൽ പൊതുവായി കാണുമെങ്കിലും മറ്റിടങ്ങളിലൊക്കെ അപൂർവമായ ജീവിയാണ്. സാധാരണ വനമോ അല്ലെങ്കിൽ അതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ കാണുന്ന ജീവിയാണ്. അതിനെയാണ് ഇങ്ങനെ ഓടയിൽ കണ്ടത്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ വനം ഉദ്യോഗസ്ഥർ അതിനെ പിടിക്കുന്നതിൻ്റെയൊക്കെ ആ കൗതുകമാണ് ഈ വാർത്തയെ ശ്രദ്ധേയമാക്കുന്നത്. കണ്ണാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടുകാരുടെ പ്രതികരണം അടക്കം. പിന്നെ ആള് ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേ എന്താണെന്ന് നോക്കിയപ്പോൾ ചത്തതുപോലെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു ഇത്. അപ്പോൾ വിചാരിച്ചേ ചത്തതായിരിക്കുമോ എന്ന് വിചാരിച്ച് സംശയിച്ചു. അപ്പോൾ ആള് പറഞ്ഞ് ഇറങ്ങരുത്, അബദ്ധമായിരുന്നോലെ അതിൻ്റെ കൊമ്പ് തെറിച്ചു പോകരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കാമെന്ന് വെച്ച് ചെറുതാടി ഒന്ന് തൊട്ടു. അപ്പോഴത്തേക്ക് ഇതന്നെ ടൊപ്പോന്ന് ഇങ്ങനെ അങ്ങ് പിച്ചറിച്ച് ഇതങ്ങ് ആയിട്ട് അന്നേരം അങ്ങനെ നമ്മളെ പ്രതീക്ഷിക്കാൻ ഒതുക്കി ഇങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെ നൂത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൊന കഴിച്ചു. എല്ലാം കുഴപ്പമില്ല.